നമസ്കാരം. ആധുനിക ഭാരതം ജന്മം നൽകിയ ദാർശനികരിൽ പ്രധാനപ്പെട്ട സ്ഥാനം അലങ്കരിക്കുന്നയാളാണ് ദീൻദയാൽ ഉപാധ്യായ. പണ്ഡിറ്റ് ദീൻദയാൽ ഉപാധ്യായ 1916 സെപ്റ്റംബർ 25 രാജസ്ഥാനിലെ ദംഗിയ എന്ന ഗ്രാമത്തിലാണ് ജനിച്ചത്. 3 വയസ്സുള്ളപ്പോൾ പിതാവ് ഭഗവതി പ്രസാദിനെയും 8 വയസ്സിനകത്ത് മാതാവിനെയും നഷ്ടപ്പെട്ടു. കാൺപൂരിലെ സനാതൻ ധർമ്മ കോളേജിൽ വിദ്യാർത്ഥിയായിരിക്കുമ്പോഴാണ് അദ്ദേഹം RSSൽ ചേരുന്നത്. അധ്യാപകനായി യോഗ്യത നേടിയെങ്കിലും അതുപേക്ഷിച്ച് 1942 മുതൽ RSSന്റെ മുഴുവൻ സമയ പ്രവർത്തകനായി. ആഴമേറിയതും യഥാർത്ഥവുമായ വിഷയങ്ങളിൽ വ്യാപരിച്ചിരുന്ന തത്വചിന്തകനായിരുന്നു ദീൻദയാൽജി. ഭൗതികതയും ആത്മീയതയും സമന്വയ സ്വഭാവത്തിലായി വിഭാവനം ചെയ്യപ്പെട്ട ഇന്റഗ്രൽ ഹ്യൂമാനിസം അഥവാ ഏകാത്മ മാനവ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് കൂടിയാണ് ദീൻദയാൽജി. ലോകത്തിന് ഭാരതം നൽകിയ ഏറ്റവും വലിയ സംഭാവനയാണ് ധർമ്മസങ്കല്പം. മുൻപുള്ളതോ പിന്നീടുള്ളതോ ആയ വേറൊരു സംസ്കാരത്തിലും ഈ സങ്കല്പത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ സംസ്കാരത്തിന്റെ ഉന്നത സങ്കല്പമായി സനാതനധർമ്മം മാറിയത്. ഒരിക്കലും നശിക്കാത്തത് എന്ന അർത്ഥം വരുന്ന സനാതനവും ധർമ്മവും കൂടിച്ചേരുമ്പോൾ സർവഭൂതഹിതത്തിനായി മനുഷ്യൻ ചെയ്യുന്ന സ്വാർത്ഥരഹിത കർമ്മത്തിലേക്ക് ഇല്ലെങ്കിൽ യജ്ഞകർമ്മത്തിലേക്ക് സർവരും പ്രചോദിപ്പിക്കപ്പെടുകയാണ്. ദാർശനികമായ പ്രതിസന്ധിയിൽ ഉഴറുകയായിരുന്ന ലോകത്തിനു മുമ്പിൽ 1965 ഏകാത്മ മാനവ സിദ്ധാന്തം അവതരിപ്പിച്ചത് ദീൻദയാൽ ഉപാധ്യായ തന്നെയായിരുന്നു. പടിഞ്ഞാറൻ നാടുകൾ സംഭാവന നൽകിയതും ഉപയോഗിച്ച് പഴക്കമേറിയതുമായ മുതലാളിത്തവും കമ്മ്യൂണിസവും മാത്രം കേട്ടു തഴമ്പിച്ച ചെവികളിലേക്ക് ഏകാത്മ മാനവ സിദ്ധാന്തം അദ്ദേഹം എത്തിച്ചപ്പോൾ അത് തികച്ചും വ്യത്യസ്തമായ തത്വമായി വിലയിരുത്തപ്പെട്ടു. ലോകത്തിനെയും മനുഷ്യരെയും സമഗ്രമായും ഏകമായും ദർശിക്കുന്ന ഒരു വിചാരതന്ത്രമായി ഏകാത്മ മാനവ സിദ്ധാന്തം. വേദോപനിഷത്തുകളിൽ അധിഷ്ഠിതപ്പെടുത്തിയിരിക്കുന്ന ഏകാത്മ മാനവ ദർശനം ലോകത്തെ ഏകാസ്തിത്വമായി ദർശിക്കുന്നു. രാഷ്ട്രീയം, ഭരണം, സാമ്പത്തികം, വിദ്യാഭ്യാസം, കാർഷികം, വ്യവസായം തുടങ്ങിയ ജീവിത സന്ധാരണ മേഖലകളെ ഈ ദർശനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ദീൻദയാൽജി ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഈ ദർശനം ജീവിതത്തിൽ ആവിഷ്കരിക്കപ്പെടുന്നുണ്ടോ എന്ന് ഓരോരുത്തരും സ്വയം വിലയിരുത്തണം. സമഗ്രവും സമ്പൂർണവുമായ ലോകവീക്ഷണമാണ് ഈ സിദ്ധാന്തത്തിലൂടെ ദീൻദയാൽജി ലോക സമൂഹത്തിനു മുമ്പിൽ വെച്ചത്. മനുഷ്യന്റെ ആത്മീയമായും ഭൗതികവുമായുള്ള പുരോഗതി ലക്ഷ്യം വയ്ക്കുന്നതാണ് ഈ സിദ്ധാന്തം. ഭൗതികതയിലും ഉപഭോഗത്തിലും മാത്രം ഊന്നിക്കൊണ്ടുള്ള കമ്മ്യൂണിസവും ക്യാപിറ്റലിസവും എല്ലാ അവസ്ഥകളെയും ഭൗതികത എന്ന അളവുകൾ കൊണ്ട് മാത്രം അളക്കുമ്പോൾ തികച്ചും വ്യത്യസ്തമായി വികസനവും മാനവക്ഷേമവും ഒരുമിച്ച് മുന്നോട്ട് വയ്ക്കുന്ന ഏകാത്മ മാനവ ദർശനം ഏകശിലാരൂപത്തിലും ഏകകേന്ദ്രത്തിലുമാണ്. രാഷ്ട്രങ്ങൾക്ക് സ്വന്തം പ്രതിഭയനുസരിച്ച് വികസിക്കാൻ കഴിയുകയും അത് ലോകഹിതത്തിന് കാരണമാവുകയും ചെയ്യുന്ന ഏകാത്മതയുടെ വിചാരതന്ത്രങ്ങളെ മനുഷ്യരാശിക്ക് പരിചയപ്പെടുത്തിയത് പണ്ഡിറ്റ് ദീൻദയാൽ ഉപാധ്യായയാണ്. മഹത്തായ ആശയം ലോകജനതയ്ക്ക് നൽകിയ പണ്ഡിതന്റെ മുന്നിൽ നന്ദിയോടെ പ്രണാമങ്ങൾ. ജയ് ഹിന്ദ്.